ഭൂമിയിൽ പരീക്ഷണങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത വല്ല ആളുകളെയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലില്ല. ഒരിക്കലുമില്ല. കാരണം എല്ലാവർക്കും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് പരീക്ഷണങ്ങളുണ്ട്. അതുകൊണ്ട് പരീക്ഷണങ്ങളുള്ള ആളുകളൊക്കെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചാൽ ഭൂമിയിൽ പിന്നെ ജീവിക്കാൻ മനുഷ്യന്മാരുണ്ടാവില്ല. ഭൂമിയിൽ ജീവിക്കാൻ മനുഷ്യന്മാരുണ്ടാവില്ല. കാരണം എല്ലാവർക്കും പരീക്ഷണങ്ങളുണ്ട്. രാജാക്കന്മാർ, രാജ്യത്തെ ഭരിക്കുന്നവർക്ക് അവരുടേതായ പരീക്ഷണങ്ങളുണ്ട്. കോടീശ്വരന്മാർക്ക് അവരുടെ പരീക്ഷണങ്ങളുണ്ട്. സൗന്ദര്യമുള്ളവർക്ക് അവരുടേതായ പരീക്ഷണങ്ങളുണ്ട്. പരീക്ഷണങ്ങൾ എല്ലാവർക്കുമുണ്ട്. പരീക്ഷണങ്ങളില്ലാത്തൊരു മനുഷ്യനും സത്യത്തിൽ ഭൂമിയിലില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഞങ്ങൾക്ക് പരീക്ഷണങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മരണം തിരഞ്ഞെടുക്കുന്നു, ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ പറയാൻ ശ്രമിക്കുന്നത് മറ്റുള്ളവരൊക്കെ ജീവിച്ചോട്ടെ, കാരണം അവർക്കൊന്നും പരീക്ഷണങ്ങളില്ല, ഞങ്ങൾക്ക് പരീക്ഷണമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മരിക്കുകയാണ് എന്നാണ് അവർ യഥാർത്ഥത്തിൽ പറയാൻ ശ്രമിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല കാര്യം. എല്ലാവർക്കും പരീക്ഷണങ്ങളുണ്ട്. പരീക്ഷണത്തിന്റെ പേരിൽ മരിക്കാൻ നിന്നാൽ പിന്നെ ഭൂമിയിൽ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കും. പരിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയയിലെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വനബുലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് ഞാൻ നിങ്ങൾക്ക് ഖൈറ് നൽകിക്കൊണ്ടും ഷർറ് നൽകിക്കൊണ്ടും പരീക്ഷിക്കുന്നതാണ്. നോക്കൂ, നിങ്ങൾ പലരും മനസ്സിലാക്കിയത് ഷർറ് മാത്രമാണ് പരീക്ഷണം എന്നാണ്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വനബുലൂകും ബിശ്ശർ, ഷർറ് കൊണ്ടും പരീക്ഷിക്കും, ഉപദ്രവം കൊണ്ടും പരീക്ഷിക്കും, അതേപോലെ തന്നെ ഖൈർ, നന്മ കൊണ്ടും, വൽ ഖൈർ വനബുലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് ഖൈറും ഉണ്ടാവും, ഷർറും ഉണ്ടാവും. ഇലൈനാ തുർജഊൻ, നിങ്ങൾ എന്നിലേക്കാണ് മടക്കപ്പെടുന്നത് എന്നാണ്. അപ്പോൾ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് തന്നെ സംവിധാനിക്കപ്പെട്ടത് പരീക്ഷണത്തിന് വേണ്ടിയാണ്. പരീക്ഷണം ഇല്ലെങ്കിൽ പിന്നെ ഈ ലൈഫിന് അർത്ഥമില്ല. പലരും വിചാരിച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇവിടെ അങ്ങനെ സുഖമായി ജീവിക്കാൻ വേണ്ടിയാണ്. അതിൽ നിന്നൊരു അപവാദമാണ് പരീക്ഷണം എന്നാണ്. ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഭക്ഷണത്തിൽ ബുദ്ധിമുട്ടുണ്ടാവരുത്, ആരോഗ്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവരുത്, കുടുംബത്തിൽ ബുദ്ധിമുട്ടുണ്ടാവരുത്, കച്ചവടത്തിൽ ബുദ്ധിമുട്ടുണ്ടാവരുത്. ഇങ്ങനെ സുഖകരമായി ജീവിക്കാനാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്. പരീക്ഷണങ്ങൾ ഇതിനൊരു അപവാദമാണ് എന്നാണ് ആളുകൾ കരുതിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങളെ സൃഷ്ടിച്ചത് തന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഖൈറും തരും, ഷർറും തരും. അള്ളാഹുവിലേക്കാണ് മടങ്ങിപ്പോകേണ്ടത്. അപ്പോൾ ഈ ഒരു ധാരണയോടുകൂടി, ഈ ഒരു ബോധത്തോടുകൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ഇത്തരത്തിലുള്ള ആത്മഹത്യ പ്രവണതകൾ, ഡിപ്രഷൻ, സ്ട്രെസ്, ടെൻഷൻ ഇതൊക്കെ മാറിക്കിട്ടും. കാരണം പരീക്ഷണങ്ങൾ ഉള്ളതാണ്, അത് എല്ലാവർക്കും ഉണ്ട്. നമ്മെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണ്. എൻ്റെ ഉത്തരവാദിത്തം എന്നുള്ളത് ആ പരീക്ഷണങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് പ്രാവർത്തികമാക്കി അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കലാണ് എൻ്റെ ഡ്യൂട്ടി എന്ന്